ഹരിദാസ്, ഇതൊരു ഭാഗം മാത്രമാണ് കേട്ടോ SFIO റിപ്പോർട്ടിലെ. വീണയുടെ മൊഴി കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടതാണ്. ഇതൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത്? ഇപ്പോൾ ഇന്ന് ED അന്വേഷണത്തിന് എതിരായിട്ടുള്ള അപ്പീലിൽ മേൽ, അത് CMRL കൊടുത്ത അപ്പീലാണ്, അതിൽ വിധി പറയുന്നത് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. അതുവരെ CMRL ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടി പറ്റില്ല. പക്ഷേ ഈ വീണ വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയുള്ള നടപടികളുമായിട്ട് EDക്ക് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഞെട്ടിക്കുന്ന വിവരങ്ങളാണല്ലോ SFIO റിപ്പോർട്ടിലുള്ളത്. പക്ഷേ അതിന്റെ ചുവട് പിടിച്ച് EDക്ക് എത്രമാത്രം മുന്നോട്ട് പോകാനാകും? തീരെ മുൻപോട്ട് പോകാനാകില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം EDയെ സംബന്ധിച്ചിടത്തോളം, അതിനി അടുത്ത ഭാഗത്ത് പറയാം, ED ഇന്ത്യയിൽ അന്വേഷിച്ച കേസുകളുടെ എണ്ണവും അതിൽ ശിക്ഷിക്കപ്പെട്ട എണ്ണവും അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇവിടെ ഈ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ED അന്വേഷിച്ച എത്ര കേസുകൾക്ക് തുമ്പുണ്ടായിട്ടുണ്ട്, എത്ര കേസുകൾ കോടതിയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്, എത്ര കേസുകളിൽ കുറ്റപത്രം കൃത്യമായിട്ട് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകണ്ട. നമ്മുടെ കരുവന്നൂർ കേസിൽ തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ED കോഴിയുടെ കാലിമ്പിൽ മുടി ചുറ്റിയതുമാതിരി നട്ടം തിരിയുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. മഞ്ജുഷ അത്രയേറെ വ്യക്തമായിട്ടാണ് ഇതിന്റെ ഇൻട്രോയിലെ ഈ കാര്യങ്ങൾ വിശദീകരിച്ചത്. ഈ കാര്യങ്ങളിൽ നിന്നും ഇവിടെ അരിഭക്ഷണം കഴിക്കേണ്ട, ഒരു ഭക്ഷണവും കഴിക്കാത്ത സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും മനസ്സിലാവും ഒരു മണി ലോണ്ടറിംഗ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതായത് വീണയ്ക്ക് കൃത്യമായിട്ട് അവരുടെ ഈ ശശിധരൻ കർത്തായും അദ്ദേഹത്തിന്റെ ഭാര്യയും ഉൾപ്പെട്ട ഒരു കമ്പനിയിൽ നിന്ന് 50 ലക്ഷം രൂപ ലോൺ കൊടുക്കുന്നു. ആ ലോൺ അടയ്ക്കാൻ വീണയ്ക്ക് മറ്റു വഴികളില്ല എന്ന് കൃത്യമായിട്ട് ശശിധരൻ കർത്തായ്ക്കും അദ്ദേഹത്തിന്റെ വൈഫും നടത്തുന്ന കമ്പനിക്ക്, അല്ലെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ വീണയ്ക്ക് 2 എഗ്രിമെന്റ് പ്രകാരം 5+3 8 ലക്ഷം രൂപ പ്രതിമാസ വരുമാനത്തിനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. ആ അവസരത്തിലൂടെ ഈ 8 ലക്ഷം രൂപയിൽ നിന്ന് വീണ ഈ ലോണിലേക്ക് കൃത്യമായിട്ട് പണം അടയ്ക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സർക്കിളിംഗ് ആണ്. അതായത് ആരിൽ നിന്നാണോ പണം കിട്ടിയിരിക്കുന്നത് ആ വ്യക്തിയിലേക്ക് പണം തിരിച്ചെത്തിക്കത്തക്ക തോതില്ലേ ഒരു മണി, അതായത് നമ്മൾ പറയില്ലേ, കൃത്യമായിട്ട് പറഞ്ഞാൽ കള്ളപ്പണം വെളുപ്പിച്ചുകൊണ്ട് ശശിധരൻ കർത്തായുടെ ഈ ഫിനാൻഷ്യൽ സ്ഥാപനത്തിലേക്ക് തിരിച്ചെത്തിക്കത്തക്ക തോതിലുള്ള ഒരു കാര്യത്തിന് വീണയെ കരുവാക്കി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം 2.78 കോടി രൂപയുടെ കാര്യത്തില് വീണയ്ക്ക് കൃത്യമായിട്ട് മറുപടി പറയാൻ കഴിയാത്ത സാഹചര്യത്തില് വീണ അത്ര ഇന്നസെന്റ് ഒന്നുമല്ല. പക്ഷെ ഈ കാര്യത്തിൽ വീണയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ശശിധരൻ കർത്ത കളിച്ചിട്ടുള്ള കളിയിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊരു മണി ലോണ്ടറിംഗ് ആണ്. അന്വേഷണമൊക്കെ കൃത്യമായ വഴിക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് മഞ്ജുഷ എനിക്ക് അയച്ചു തന്ന SFIOയുടെ ആ നമ്മുടെ അന്വേഷണ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന വിവരങ്ങളാണ് അതിലുള്ളത്. പക്ഷെ ഈ വിവരങ്ങളൊക്കെ കൊണ്ടിട്ട് ഈ ED എന്ന് പറയുന്ന നമ്മുടെ അന്വേഷണ ഏജൻസിക്ക് മുൻപോട്ട് പോയിട്ട് വീണ വിജയനും അതുമാതിരി തന്നെ ഇതിന്റെ പിന്നിൽ കളിച്ച ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അങ്ങേറ്റ സംശയമുണ്ട്. അത് മുൻകാല EDയുടെ ചരിത്രം വെച്ചിട്ടല്ല, EDയുടെ ഈ കഴിഞ്ഞ 10 വർഷത്തെ കേരളത്തിൽ അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ അന്വേഷണങ്ങളും അവർ ചെന്ന് എത്തിപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അവർ കാണിക്കുന്ന അലംഭാവവും ഇത്തരത്തിൽ തെളിവുകളുടെ കാര്യത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങളും ഒക്കെ കൂട്ടി വായിക്കുമ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്നത് ഒരു ഹിമാലയ പർവ്വതമാണ് ഇത്തരം കാര്യങ്ങളിൽ. തന്റെ മകൾക്ക് നേരെ EDയുടെ ഈ അന്വേഷണം ചെന്ന് എത്തി നിന്നിട്ട് മകൾ ശിക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി ഏതറ്റം വരേക്കും പോകും. അവിടെയാണ് നമ്മൾ ADGP അജിത് കുമാർ 2 RSS നേതാക്കളെ കാണാൻ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാണോ ഇത്തരത്തിലുള്ള ചെയിനും ലിങ്കുകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഇത് 39 തവണ സുപ്രീം കോടതിയിലെ ഒരു ലാവലിൻ കേസ് മാറ്റിവെപ്പിക്കാനുള്ള കരുത്ത് പിണറായി വിജയൻ ഉണ്ടെങ്കിൽ ഈ കേസില് ഇപ്പൊ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന EDക്ക് എത്രത്തോളം ഇതൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് നാളെ വീണ വിജയനെ ഒരു ശിക്ഷിക്കത്തക്ക തോതിലുള്ള ഒരു കുറ്റപത്രം സമർപ്പിച്ചിട്ട് ഈ കേസിന്റെ ഗതി തിരിക്കാൻ പറ്റുമെന്ന കാര്യത്തിൽ എനിക്ക് അങ്ങേയറ്റം ആശങ്കയുണ്ട് മഞ്ജുഷ. ശരി, ശ്രീജിത്ത് പണിക്കർ, ഇപ്പോൾ SFIOയുടെ റിപ്പോർട്ട് വന്ന് കുറ്റപത്രവും നൽകിയിട്ടും അതും കോടതി നടപടികളിൽ കുരുങ്ങിക്കിടക്കുകയാണ്, വിചാരണ തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ EDയുടെ അന്വേഷണം ഏതറ്റം വരെ പോകും ശ്രീജിത്ത് പണിക്കർ? അതുപോലെ തന്നെ ഇവിടെ ഈ സംഭവത്തിൽ തന്നെ ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്ഥാപനത്തിൽ നിന്ന് 50 ലക്ഷം രൂപ വായ്പ എടുക്കുന്നു. അത് തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടി CMRL നിന്ന് കിട്ടിയ പണം ഉപയോഗിക്കുന്നു. CMRLന്റെ MD തന്നെയാണ് ഈ ഫിനാൻഷ്യൽ സ്ഥാപനത്തിൻ്റെ ഉടമ. ഇത് ഇങ്ങനെ ഉണ്ടെങ്കിലും നമുക്കൊക്കെ മനസ്സിലാവും അത്. പക്ഷേ അത് നിഷ്കളങ്കമായിട്ട് വേണമെങ്കിൽ പറയാമല്ലോ, ഞങ്ങൾക്ക് കിട്ടിയ പ്രതിഫലം ഞങ്ങളുടെ വായ്പ തിരിച്ചടയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചു. ശ്രീ മഞ്ജുഷ്, ആ രീതിയിലത്തൊക്കെ വ്യാഖ്യാനിക്കാം. പക്ഷേ അത് കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ 447 പ്രകാരമുള്ള ഒരു കോർപ്പറേറ്റ് ഫ്രോഡ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഷെഡ്യൂൾഡ് ഒഫൻസിൻ്റെ പരിധിയിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ EDയുടെ അന്വേഷണം എവിടെ വരെ പോകുമെന്ന് ചോദിച്ചാൽ നിലവിൽ ആ കേസ് വളരെ സ്ട്രോങ് ആണ്, അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. SFIയുടെ കേസും സ്ട്രോങ് ആണ്, അതേപോലെ തന്നെ EDയുടെ കേസും സ്ട്രോങ് ആണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കേസ് വാദിക്കുന്നതിന് വേണ്ടി CMRL സിദ്ധാർത്ഥ ലൂത്രയെ പോലെയുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള അഭിഭാഷകരെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്.
അവരെല്ലാവരും തന്നെ ഇവിടെ സമർത്ഥിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഈ കേസുമായി മുന്നോട്ട് പോകാനായിട്ട് EDക്ക് അധികാരമില്ല, അത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പല പ്രൊവിഷൻസ് ഒക്കെയാണ് അവർ കാണിക്കുന്നത്. നിയമപരമല്ല എന്ന് മുമ്പ് സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുന്ന പല വാദങ്ങളും അവർ ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാവി എന്താകും എന്നതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ വെള്ളിയാഴ്ച വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. പക്ഷെ നേരത്തെ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ചെയിൻ ഓഫ് ഇൻസിഡൻസ് ഉണ്ടല്ലോ, അതായത് എംപവർ ഇന്ത്യ എന്ന് പറയുന്ന ശശിധരൻ കർത്തായിക്ക് നിക്ഷേപമുള്ള കമ്പനിയിൽ നിന്ന് വീണ വിജയൻ ഒരു ലോൺ എടുക്കുന്നു. എന്നിട്ട് ശശിധരൻ കർത്തായിക്ക് വലിയ സ്റ്റേക്കുള്ള CMRL എന്ന സ്ഥാപനത്തിൽ നിന്ന് അവർക്ക് സർവീസസ് ഒന്നും ഓഫർ ചെയ്യാതെ തന്നെ അവർക്ക് മാസാമാസം കൃത്യമായിട്ടുള്ള പ്രതിഫലം സ്വന്തം നിലയ്ക്കും കമ്പനിക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ആ കിട്ടുന്ന പണത്തിനെ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് ലഭിച്ചിരിക്കുന്ന ലോൺ തിരിച്ചടയ്ക്കാനായിട്ട് അവർ ആ ഫണ്ട്സ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത് സത്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഫേക്ക് എക്സ്പെൻസസ് ബുക്ക് ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ഒഫൻസ് CMRL ചെയ്തിരിക്കുന്നത് അവർ SFIയുടെ മുന്നിൽ തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ആ സമയത്ത് അത് ഏതാണ്ട് 130 കോടി രൂപയായിരുന്നു. പിന്നീട് അത് ഏതാണ്ട് 182 കോടി രൂപയായിട്ട് പിന്നീട് മാറിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് നമുക്കറിയാം. അപ്പോൾ പലതരത്തിലുള്ള ഫേക്ക് എക്സ്പെൻസസിൽ ഒന്ന് തന്നെയാണ് വീണയ്ക്ക് കൊടുത്തിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ റീപേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഫണ്ട് കണ്ടെത്തിയിരിക്കുന്നത് ഇങ്ങനെ കിട്ടിയിരിക്കുന്ന അനധികൃതമായിട്ടുള്ള പണത്തിൽ നിന്നാണ് എന്നുള്ളതാകും EDയുടെ കേസ് എന്നതിനെക്കുറിച്ച് നമുക്ക് ഊഹിക്കാൻ കഴിയും. 2, സർവീസസ് ഒന്നും തന്നെ ഓഫർ ചെയ്യാതെയാണ് ആ പേയ്മെൻറ്റ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മണി ലോണ്ടറിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന പണത്തിനെ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് സ്വന്തമായി എടുത്തിരിക്കുന്ന ഒരു ലോൺ തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രൈവറ്റ് എൻറ്റിറ്റിക്ക് അല്ലെങ്കിൽ ഒരു റിലേറ്റഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് അതിനെ തിരിച്ചടവിന് വേണ്ടിയിട്ട് കൊടുക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അതിനെ ഫണ്ട് ഡൈവേർഷൻ എന്ന രീതിയിലത്തേക്ക് ആ ഡെറ്റിനെ ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് ഉണ്ട്. കോർപ്പറേറ്റ് ഒഫൻസ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ 447 അനുസരിച്ചെടുക്കുന്ന ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസ് അവിടെ ഉണ്ട്. പക്ഷേ അതില്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് CMRL ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സമയത്തും വെള്ളിയാഴ്ച വരെ CMRLന് ഒരു താൽക്കാലിക ആശ്വാസം കിട്ടിയിട്ടുണ്ട് എന്നതല്ലാതെ ഇതിലെ ഇന്നത്തെ കേസിലെ ഡയറക്റ്റ് ആപ്ലിക്കൻ്റ് അല്ലാത്ത, പരാതിക്കാരി അല്ലാത്ത വീണയ്ക്ക് ഒരു തരത്തിലുള്ള എക്സെപ്ഷനും കിട്ടിയിട്ടില്ല എന്നുള്ളത് പ്രധാനമാണ്. CMRLും EDയും തമ്മിലുള്ള ഒരു കേസ് എന്ന നിലയ്ക്ക് മാത്രമാണ് ആ കേസ് തൽക്കാലം നിലനിൽക്കുന്നത്. അപ്പോൾ ഇതിലെ ഒരു കക്ഷിയെ അല്ല എന്ന രീതിയിലും വേണമെങ്കിൽ വ്യാഖ്യാനിക്കാമല്ലോ. അപ്പോൾ അവർക്കെതിരെയുള്ള നടപടികൾ എത്ര കണ്ട് മുന്നോട്ട് പോകാൻ പറ്റും CMRL ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടികൾക്ക് മുൻപായിട്ട്? അങ്ങനെയുള്ള കാര്യവും അതിലുണ്ടല്ലോ. CMRLന്റെ കേസിൽ സത്യത്തിൽ ഈ റിലാക്സേഷൻ കിട്ടിയിരിക്കുന്നത് CMRLന് മാത്രമാണ്. അത് അവിടെ EDയുടെ അഭിഭാഷകൻ ചോദിക്കുന്നുണ്ട്, കോടതി അത് വ്യക്തമായിട്ട് വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ആരാണോ ഇതിൽ ഒരു ആപ്ലിക്കൻ്റായിട്ട് വന്നിട്ടുള്ളത് ആ ആൾക്കാർക്ക് മാത്രമാണ് വെള്ളിയാഴ്ച വരെയുള്ള എക്സെപ്ഷൻ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ആപ്ലിക്കൻ്റായിട്ട് വീണയുടെ അഭിഭാഷകർ അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ വീണയ്ക്ക് ഒരു തരത്തിലുള്ള റിലാക്സേഷനും വെള്ളിയാഴ്ച വരെയും കിട്ടുന്നില്ല എന്നുള്ളത് പ്രധാനമാണ്. പക്ഷേ ആ കേസിൻ്റെ ഭാവി, അതായത് നമുക്കറിയാമല്ലോ ഇതിൻ്റെ ഒരു ഫംഗ്ഷനിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസ് അവിടെ ഉണ്ടായിരിക്കണം. ആ ഷെഡ്യൂൾഡ് ഒഫൻസ് ആണ് ഇപ്പോൾ ഈ പറയുന്ന 447 കമ്പനീസ് ആക്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു കോർപ്പറേറ്റ് ഫ്രോഡ് ഇല്ല എന്ന രീതിയിലത്തേക്ക് വരികയോ അല്ലെങ്കിൽ SFIയുടെ ഒറിജിനൽ കേസ് ഇല്ലാതെയാവുകയോ ചെയ്താൽ, നമുക്കറിയാം അത് ഡൽഹിയിൽ അതുമായി ബന്ധപ്പെട്ടൊരു സ്റ്റേയും കാര്യങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ആ കേസ് ഇല്ലാതാവുകയാണെങ്കിൽ ED ഇപ്പോൾ അന്വേഷിക്കുന്ന കാര്യങ്ങൾ ദുർബലമാകും. കാരണം EDക്ക് ഇത്തരത്തിലുള്ള ഒരു കേസന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസ് ഉണ്ടായിരിക്കണം, അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം. പക്ഷേ ആ പ്രെഡിക്കേറ്റ് ഒഫൻസ് ഇല്ലാതെയായി മാറിക്കഴിഞ്ഞാൽ ആ ഒറിജിനൽ കേസ് അവിടെ ക്വാഷ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ അതിൻ്റെ നടപടികളെല്ലാം തന്നെ പൂർണ്ണമായും നിർത്തിവെക്കാനായിട്ട് കോടതി തീരുമാനിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അനുബന്ധ കേസുകൾ പിന്നീട് അന്വേഷിക്കുന്നതിൽ കാര്യമില്ല. അങ്ങനെയുള്ള ഒരു പരാജയ സാധ്യത മാത്രമേ ഇതിലുള്ളൂ. പക്ഷേ അങ്ങനെ ഒരു കേസിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് വളരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു കേസാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.